ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇൻഡയറക്റ്റ് ടാക്സസിൽ കസ്റ്റംസ് ആക്ട് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സസിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്, ഒന്ന് GST-യും ഒന്ന് കസ്റ്റംസും. അപ്പോൾ GST-യിൽ ഗുഡ്സും സർവീസിന്റെയും മേലെയുള്ള ടാക്സ് ആണ് GST എന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്തത് കസ്റ്റംസ് ആണ്. അപ്പോൾ ഈ കസ്റ്റംസ് എന്തിനായിരിക്കും? കസ്റ്റംസ് ബേസിക്കലി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ മേലെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ കസ്റ്റംസ് ആക്ടിന്റെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, കസ്റ്റംസിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇന്ത്യയിൽ കസ്റ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൗടില്യയുടെ അർത്ഥശാസ്ത്രയിൽ പോലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്നെ അവരും ഈ തരത്തിലുള്ള ടാക്സസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇന്ത്യയെ വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെയുള്ള രാജാക്കന്മാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും പരസ്പരം ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്, ഒരു കസ്റ്റമാണ് അല്ലെ, ഒരു സമ്പ്രദായമാണ്. അതിന്നാണ് കസ്റ്റം എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുണ്ടാവുക. പിന്നെ പറയുന്നത്, ഇന്ത്യയിൽ നമ്മൾ ഉള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു ചെറിയ തുക പിരിച്ചിട്ടാണ് കയറ്റിണ്ടായിരുന്നത്, ഒരു ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ കസ്റ്റംസിന്റെ ഓരോ രൂപങ്ങൾ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ നിലയിൽ കസ്റ്റംസ് വന്നിരിക്കുന്നത്, കസ്റ്റംസ് ആക്ട് വന്നത് 1962-ലാണ് കസ്റ്റംസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ പ്രകാരമാണ് ഇത് ലെവി ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ എൻട്രി 83 ആണ്. ഇത്രയും കാര്യങ്ങൾ വൺ വേർഡിന്റെ ഇതിനു വേണ്ടി പഠിച്ചു വെക്കാം. പിന്നെ ഇതിന്റെ നമുക്കിപ്പോൾ ഡയറക്ട് ടാക്സിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഉള്ള പോലെ നമുക്ക് ഇൻഡയറക്ട് ടാക്സസിന് വേണ്ടി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരാണ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും നോക്കുന്നതും. പണ്ട് CBEC എന്നാണ് പറയാതെ ഇപ്പൊ CBIC എന്ന് പേര് മാറിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഡെഫിനേഷൻസ് ആണ്. ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോവാം. ആദ്യം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ എനി അതോറിറ്റി competent to pass any order or decision under this act but does not include CBDT, Commissioner of Customs, Central Board of Excise and Customs, Commissioner of Customs Appeals or CESTAT. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ പാസ് ചെയ്യാൻ അധികാരമുള്ള ഒരു അതോറിറ്റി ആണ്. പക്ഷെ ഇവരൊന്നും പെടില്ല. ആർക്കും പെടില്ല? CBIC അല്ലെങ്കിൽ CBEC പെടില്ല, കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽസ് പെടില്ല, സെസ്റ്റാറ്റ് പെടില്ല. ബാക്കിയുള്ളവരെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നു. പിന്നെ അസസ്മെന്റ്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും അസസ്മെന്റ്. ഇവിടെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗുഡ്സിന്റെ ഡ്യൂട്ടി, അതായത് ഡ്യൂട്ടി ഇൻ ദ സെൻസ് ടാക്സ് അല്ലെങ്കിൽ ടാക്സബിലിറ്റി, അത് ടാക്സബിൾ ആണോ, അതിന് എത്രയാണ് ടാക്സ് വരേണ്ടത്, സെസ് എത്ര വരണം, ഓക്കെ, ആ ടാക്സ് റേറ്റ് എന്തായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആദ്യമായിട്ട് ആ ഗുഡ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓരോ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ഏത് ക്ലാസിഫിക്കേഷനിൽ പെടുന്നു അതിനനുസരിച്ചിട്ടാണ് ടാക്സ് റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ, അതിന്റെ വാല്യൂ എടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ, അവരെടുത്തിട്ടുള്ള എക്സംഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് അവർക്ക് അപ്ലിക്കബിൾ ആണോ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് സ്ഥലത്തുനിന്നാണ് കൊണ്ടുവരുന്നത്, അങ്ങനെ പല ഫാക്ടേഴ്സും നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് അസസ്മെന്റ് എന്ന് പറയാം. അസസ്മെന്റ് ഇൻക്ലൂഡ്സ് പ്രൊവിഷണൽ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്, റീ അസസ്മെന്റ് ആൻഡ് എനി അസസ്മെന്റ് ഇൻ വിച്ച് ദ ഡ്യൂട്ടി അസസ്ഡ് ഈസ് നിൽ. പ്രൊവിഷണൽ അസസ്മെന്റ് ആയിരിക്കാം, സെൽഫ് അസസ്മെന്റ് ആയിരിക്കാം, റീ അസസ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് അസസ്മെന്റ് ആയിക്കോട്ടെ, അവിടെ ഡ്യൂട്ടി അസസ് ചെയ്തിട്ടുള്ളത് നില്ലാണെങ്കിൽ പോലും അതിനും അസസ്മെന്റ് തന്നെയാണ് പറയുക. അപ്പൊ ഈ പ്രൊവിഷണൽ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ് അതൊക്കെ മേ ബി ഇനി താഴെ മീനിങ് വരുമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇതിപ്പോ ആൽഫബറ്റിക് ഓർഡറിലാണ് ഡെഫിനിഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബിൽ ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ടർ ഓഫ് എനി ഗുഡ്സ് ഷാൽ മേക്ക് എൻട്രി thereof by presenting to the proper officer in case the goods to be exported by land a bill of export. അതായത് നമ്മൾ ലാൻഡ് വഴി എന്തെങ്കിലും സാധനം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴിയാണെങ്കിൽ, അതായത് കപ്പലിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നത്. അപ്പൊ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ലാൻഡ് വഴി, വെസൽ ഓർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ബില്ല്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. പിന്നെ ബോർഡ് എന്ന് വെച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. പിന്നെ coastal goods. As per section 27 of the Customs Act, the term coastal goods means goods other than imported goods transported in a vessel from one port in India to another. അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലാത്ത സാധനങ്ങളാണ് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഒരു പോർട്ടിൽ നിന്നും വേറൊരു പോർട്ടിലേക്ക് എന്തെങ്കിലും നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടഡ് ഗുഡ്സ് ആവരുത്. അല്ലാതെയുള്ള സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു പോർട്ടിൽ നിന്ന് വേറൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് മുംബൈ പോർട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനെ കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയുന്നു. പിന്നെ കൺവേയൻസ് എന്ന് വെച്ചാൽ എന്താണ്? യാത്രാ സൗകര്യത്തിനാണ് നമ്മൾ കൺവെൻസ് എന്ന് പറയും. ഇവിടെ അതന്നെ പറയുന്നത്. ഇൻക്ലൂഡ്സ് എ വെസൽ, എയർക്രാഫ്റ്റ്, വെഹിക്കിൾ. ദ സ്പെസിഫിക് ടേം ആർ വെസൽ ബൈ സി ആണെങ്കിൽ വെസൽ എന്ന് പറയും, എയർ ആണെങ്കിൽ എയർക്രാഫ്റ്റ് എന്ന് പറയും, ലാൻഡ് ആണെങ്കിൽ വെഹിക്കിൾ എന്ന് പറയും. ഓക്കെ,
പിന്നെ customs area means the area of a customs station and includes any area in which imported goods or exported goods are ordinarily kept before clearance by customs authorities. Customs area എന്ന് പറയുമ്പോൾ customs സ്റ്റേഷനും വരും, അതുപോലെ തന്നെ അവർ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയയും വരും. ബിഫോർ it is cleared by customs authorities ഈ imported goodsഉം exported goodsഉം ക്ലിയർ ചെയ്യുന്നത് വരെ എവിടെയാണോ വെക്കുക ആ സ്ഥലവും കസ്റ്റംസ് ഏരിയയിൽ പെടും. കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്റേതാണെന്ന് പറഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പോർട്ടിനെയൊക്കെ കസ്റ്റംസ് പോർട്ട് എന്ന് പറയണം, അത്രേ ഉള്ളൂ. കസ്റ്റംസ് സ്റ്റേഷൻ മീൻസ് എനി പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട് ഓർ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ. കസ്റ്റംസ് ഇപ്പോൾ എയർപോർട്ടിൽ ഒരു കസ്റ്റംസ് പോർട്ട് ഉണ്ടാവാം, അതുപോലെ സീ പോർട്ടിൽ ഒരു കസ്റ്റംസ് പോർട്ട് ഉണ്ടാവും, അതുപോലെ ലാൻഡിലും ഒരു കസ്റ്റംസ് സ്റ്റേഷൻ ഉണ്ടാവും. അങ്ങനെ അവരുടെ ഏരിയ തന്നെ അവർക്കായിട്ട് ഒരു ഓഫീസ് പോലെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കസ്റ്റംസ് സ്റ്റേഷൻ ആണ്. ഓക്കെ. CBIC empowered to permit landing of vessels and aircraft at any place other than customs port or the customs airport. അപ്പോൾ കസ്റ്റംസ് പോർട്ടിലും കസ്റ്റംസ് എയർപോർട്ടിലും അല്ലാതെയും വേറെയും സ്ഥലങ്ങളിലും വെസൽസും എയർക്രാഫ്റ്റും ലാൻഡ് ചെയ്യാനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Dutiable good means any goods which are chargeable to duty and on which duty has not been paid. അതായത് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ളതും അതേസമയം ടാക്സ് അടയ്ക്കാത്തതുമായിട്ടുള്ള ഗുഡ്സിനെയാണ് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. It means to say that the name of the product or goods should find a mention in the customs tariff act. Customs tariff actൽ അങ്ങനെ ഒരു സാധനത്തിന്റെ പേര് വന്നിട്ടുണ്ടാവും, അതിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ അതിനെ അടച്ചിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ്. ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നതിനാണ് ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പോർട്ട് എന്ന് എപ്പോഴും ഉദ്ദേശിക്കുന്നത് കടലിന്റെ സീ പോർട്ടാണ്. എയർപോർട്ട് എന്നുള്ളത് മറ്റേ എയർപോർട്ടും. ഓക്കെ. അപ്പോൾ എയർപോർട്ടെന്നോ ഇൻ ഇന്ത്യ ടു എനി പോർട്ട് ഓർ എയർപോർട്ട് ഔട്ട്സൈഡ് ഇന്ത്യ, അതിനെയാണ് നമ്മൾ ഫോറിൻ ഗോയിങ് വെസൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, ഫോറിൻ ഗോയിങ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ. ഏതൊക്കെയും വരും? ഫോറിൻ നേവൽ വെസൽ ഡൂയിങ് നേവൽ എക്സസൈസസ് ഇൻ ഇന്ത്യൻ വാട്ടേഴ്സ്. ഇന്ത്യൻ ടെറിട്ടറിയിൽ ഇന്ത്യൻ വാട്ടേഴ്സിൽ ഫോറിനത്തെ വെസൽ വന്നിട്ട് അവിടുത്തെ നേവി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ഇതിന്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും എക്സസൈസസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അവരെന്തെങ്കിലും അപ്പൊ അവർക്ക് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അതും ഫോറിൻ ഗോയിങ് വെസലായിട്ട് എടുക്കാം. ഓക്കെ. അതുപോലെ വെസൽ എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ് ഓർ എനി അതർ ഓപ്പറേഷൻ ബൈ ഡൊമസ്റ്റിക് വെസൽ ഓർ ഫോറിൻ വെസൽ ഔട്ട്സൈഡ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അതായത് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് പുറത്തായിട്ട് ആരെങ്കിലും ഫിഷിങ്ങിന് പോവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷന് പോവാണെങ്കിൽ അതും വരും. ഓയിൽ ഡ്രില്ലിംഗ് എന്ത് വേണമെങ്കിലും ആവാം. എനി വെസൽ ഗോയിങ് ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ എനി പർപ്പസ് വാട്ട്സോർ. ഇന്ത്യക്ക് പുറത്ത് എന്ത് ആവശ്യത്തിന് പോയാലും അതും വരും. ഓക്കെ. ഇതൊക്കെ ഫോറിൻ ഗോയിങ് വെസൽസ് ആണ്. അടുത്തത് ഗുഡ്സ്. As per section 222 of the Customs Act, the term goods includes. Goods എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇത് പഠിച്ചു വെക്കുക, ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വെസൽസ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾസ് ഗുഡ്സ് ആണ്, സ്റ്റോഴ്സ് ഗുഡ്സ് ആണ്, ബാഗേജ് ഗുഡ്സ് ആണ്, കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഓരോന്നിലും ഗുഡ്സിന്റെ ഡെഫിനേഷൻ പ്രത്യേകം നോട്ട് ചെയ്യണം. GST ഏതാണ്, ഇതിൽ എന്താന്നൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? വെസൽസ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾസ് വരും, സ്റ്റോർ വരും, ബാഗേജ് വരും, കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, എല്ലാം ഗുഡ്സ് ആണ്. ഒരു കേസ് ലോയിൽ വന്നിട്ടുള്ള ഡിസിഷൻ ആണ്. അതായത് ഈ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ആക്ച്വലി ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. കാരണം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷേ വൺസ് ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു സം മീഡിയ, അതിപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ കയറ്റി കഴിഞ്ഞാൽ, മീഡിയ ഇൻ ദ സെൻസ് അതായത് CD, പെൻഡ്രൈവ്, കാസറ്റ് എന്ത് വേണമെങ്കിലും ആവാം, അതിൽ കയറ്റി കഴിഞ്ഞാൽ അത് ഗുഡ്സ് ആവും. അതായത് നോർമലി നമ്മൾ ഈ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് അത് ഗുഡ്സ് അല്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിവൈസിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഗുഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഗുഡ്സ് ആണ്. ഓക്കെ. Therefore, the Supreme Court held that drawings, designs, manuals and technical material are goods liable to customs duty. അടുത്തത് ഇമ്പോർട്ട് റിപ്പോർട്ട് ആണ്. എക്സ്പോർട്ട് റിപ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ട് റിപ്പോർട്ട് ഉണ്ട്. ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത ശേഷം വിത്തിൻ 12 hours പ്രോപ്പർ ഓഫീസർക്ക് ഡെലിവർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിളിനാണ് ഇമ്പോർട്ട് റിപ്പോർട്ട്. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ലാൻഡ് വഴി കൊണ്ടുവരുന്നതിന് അല്ലെ. അതേസമയം എയർക്രാഫ്റ്റോ വെസലോ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിൾ ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ ഇൻചാർജ് ആരാണോ അവർ കൊടുക്കേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് റിപ്പോർട്ട് പറയും. അത് ലാൻഡ് വഴിയാണെങ്കിൽ. അതേസമയം എയർക്രാഫ്റ്റോ വെസലോ വഴിയാണെങ്കിൽ അതിനെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയും. ഓക്കെ. അങ്ങനെയുള്ള ടേംസ് ഒക്കെ നല്ലോണം ഓർത്ത് വെക്കുക. പിന്നെ അത് 12 hours-നാണ്. അവർ അറൈവ് ചെയ്തിട്ട് 12 hours-നുള്ളിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഇമ്പോർട്ട് റിപ്പോർട്ടിന്റെ കേസിൽ. ഓക്കെ. മറ്റേത് ഇപ്പോൾ എയർക്രാഫ്റ്റും വെസലും വഴിയാണെങ്കിൽ അത് ഇലക്ട്രോണിക്കലി ആണ്. ഓക്കെ.
അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ടില്ല, അത് പറയുമായിരിക്കും. അപ്പോൾ ഈ ഇമ്പോർട്ട് റിപ്പോർട്ട് മാത്രം 12 hours എന്നുള്ളത് 24 hours വരെ ആക്കി കൊടുക്കാൻ ഓഫീസർക്ക് പറ്റും. അപ്പോൾ 24 hours ആക്കിയെന്നുണ്ടെങ്കിൽ 24 hours അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, മേ ബി ഫയൽ വിത്തിൻ 24 hours വേണമെങ്കിൽ ആക്കി കൊടുക്കാം. പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പറഞ്ഞാൽ മാറ്റാം. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യക്ക് ഉള്ളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഹോം കൺസംഷന് കൊടുത്തു കഴിഞ്ഞാൽ, ഹോം കൺസംഷൻ വെച്ചാൽ നമ്മളത് കസ്റ്റംസ് ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയില്ല. അവിടെ കസ്റ്റംസ് സ്റ്റേഷനിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുള്ളൂ. പിന്നെ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഇൻക്ലൂഡ്സ് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഒക്കെ നമ്മൾ GST പഠിച്ചതാണ്. പിന്നെ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഗുഡ്സ് ഇറക്കാതെ ഇന്ത്യയിലുള്ള പോർട്ട് വഴി വേറെ ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ USA പോർട്ടിൽ നിന്ന് ഒരു കപ്പൽ വരുന്നു, ആ കപ്പൽ മുംബൈയിൽ നിർത്തിയിട്ട് അതിന് ചില സാധനങ്ങൾ ഇറക്കുന്നു, ബാക്കി ചില സാധനങ്ങൾ അതേപോലെ നേരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ നേരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഗുഡ്സിനെ ട്രാൻസിറ്റ് ഗുഡ്സ് എന്നാണ് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ ABCD 4 ഗുഡ്സ് ഉണ്ട്, അതിൽ Aയും Bയും മുംബൈ പോർട്ടിൽ അൺലോഡ് ചെയ്തു, പക്ഷേ Cയും Dയും അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ Cയും Dയും നമ്മൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അതിനെ ട്രാൻസിറ്റ് ഗുഡ്സ് എന്നാണ് പറയുക. ട്രാൻസിറ്റ് ഗുഡ്സിന് ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി. കാരണം എന്താണെന്ന് ഇവിടെ ഇറക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അടുത്തത് ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു പോർട്ടിൽ ഇറക്കിയിട്ട് ഡൈവേർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ട്രാൻസ്ഷിപ്മെന്റ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ USA പോർട്ടിൽ നിന്ന് ABCD 4 ഗുഡ്സ് വന്നു, അതിൽ Aയും Bയും മുംബൈ പോർട്ടിൽ അൺലോഡ് ചെയ്തു, Cയും Dയും നേരെ ഓസ്ട്രേലിയയിലേക്ക് പോയി. അപ്പൊ Cയും Dയും പോയതിനെ നമ്മൾ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നു, അല്ലെ? ഇനി Aയും Bയും ആണുള്ളത്. Aയും Bയിലും A വന്നിട്ട് ചെന്നൈയിലേക്കാണ് പോയത്. ചെന്നൈയിലേക്ക് ഷിപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് USA ഇപ്പോൾ ചെന്നൈക്ക് ഇമ്പോർട്ട് ചെയ്തതിന് തുല്യമായി, അതുകൊണ്ട് അവിടെ ഡ്യൂട്ടി അടയ്ക്കണം. അതേസമയം ഗുഡ് നമ്പർ B വന്നിട്ട് നേരെ ശ്രീലങ്കയ്ക്ക് പോയത്, അതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇറക്കിയെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറക്കി, അത് എന്തിനാന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് വലിയ കപ്പലിൽ വന്നതായിരിക്കും. ശ്രീലങ്കയ്ക്ക് പോകാൻ കുറച്ച് ഗുഡ്സ് ഉള്ളൂ വെച്ചാൽ അത് അത്രയും വലിയ കപ്പലിൽ അതുവരെ വിടേണ്ടി വരില്ല, അല്ലെ? അപ്പൊ അവർക്ക് ചെറുതായിട്ട് എന്താ പറയാ, എങ്ങനെ കൊണ്ടുപോകേണ്ട രീതി മാറ്റാം. ചിലപ്പോൾ ഇത്രയും നേരം വെസലിൽ കൊണ്ടുവന്നിട്ട് എയർക്രാഫ്റ്റ് വഴി കൊണ്ടുപോകണമെന്നാണെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരില്ലേ? നമ്മൾ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് അതേ കപ്പൽ തന്നെ അതുവരെ പോകണം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ചെറിയ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നമ്മൾ ഓഫർ ചെയ്യും. അപ്പോൾ ഇത് അതേപോലെ ഗുഡ്സിൽ കുറച്ച് ചെന്നൈക്ക് പോയതിന് ഗുഡ്സിന് ടാക്സ് അടയ്ക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ USA നിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് തുല്യമാണ്. അതേസമയം ഈ ഗുഡ്സ് ശ്രീലങ്കയ്ക്ക് പോകുന്നതാണ്. അത് ഇടയ്ക്ക് വെച്ചൊന്ന് മുംബൈ പോർട്ടിൽ ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേറെ വെസൽ മാറ്റിയിട്ട് വിടാനാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇതിനെ രണ്ടിനും ട്രാൻസ്ഷിപ്മെന്റ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം അത് ഇമ്പോർട്ട് അല്ല. അടുത്തത് സ്റ്റോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോഴ്സ് എന്ന് വെച്ചാൽ ഗുഡ്സ് ഫോർ യൂസ് ഇൻ എ വെസൽ ഓർ എയർക്രാഫ്റ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫ്യൂൽ ആൻഡ് സ്പെയർ പാർട്സ്. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അത് ആർട്ടിക്കിൾസ് ഓഫ് എക്യുപ്മെന്റ് വെദർ ഓർ നോട്ട് ഫോർ ഇമീഡിയറ്റ് ഫിറ്റിംഗിനാണെങ്കിലും അല്ലെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ കപ്പലിലൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾ ഉണ്ടാവും, വെസലിലോ എയർക്രാഫ്റ്റിലൊക്കെ. അതിനാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, bringing of stores is treated as import. However, there is special provision for stores under Section 87. Imported stores consumed on board on an ocean-going vessel are exempt from import duty under Section 87. Imported stores consumed on board on ocean-going vessel. കപ്പലിലുള്ള ഒരു വെസലിൽ നമ്മൾ സ്റ്റോഴ്സ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ പോലും അത് എക്സംപ്റ്റഡ് ആണ്. അതിന് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കേണ്ട കാര്യമില്ല. ഓക്കെ. Regarding the smaller ships which are employed to unload cargo from the mothership, they are termed as transshippers. ഈ വലിയ കപ്പലിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇറക്കാൻ നമ്മൾ സാധനങ്ങൾ കരയ്ക്ക് കൊണ്ടുവരാൻ ചെറിയ ഷിപ്പുകൾ ഉപയോഗിക്കില്ലേ, അതിനെ ട്രാൻസ്ഷിപ്പേഴ്സ് എന്നാണ് പറയുക. They are also treated as ocean going vessels as was decided in ഒരു കേസിലോ തന്നിട്ടുണ്ട്, ആ കേസുകൾ പ്രകാരം. Hence, stores consumed by small vessels would also be exempt from customs duty. Stores supplied to the vessel will be treated as export as per Section 89 and will be eligible for duty drawback. നമ്മൾ പോകുന്ന കപ്പലിലേക്ക് എക്സ്പോർട്ടിന്, അതായത് പുറത്തേക്ക് പോകുന്ന കപ്പലിലേക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ട് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അതിന് നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടും. ഡ്യൂട്ടി ഡ്രോബാക്ക് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, അപ്പൊ അധികം കൂടുതലായിട്ട് മനസ്സിലാവും. അടുത്തത് പേഴ്സൺ ഇൻചാർജ്, വെരി ഇമ്പോർട്ടന്റ്. പേഴ്സൺ ഇൻചാർജ് എന്ന് വെച്ചാൽ ഓരോ വെഹിക്കിളിലും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് കൺവെൻഷനിലും ആരാണ് പേഴ്സൺ ഇൻചാർജ് എന്നും പഠിച്ചേക്കണം. ഒരു വെസലില് പേഴ്സൺ ഇൻചാർജ് എന്ന് പറയുന്നത് മാസ്റ്റർ ആണ്. എയർക്രാഫ്റ്റിൽ കമാൻഡർ ഓർ പൈലറ്റ് ഇൻചാർജ്. ട്രെയിനിൽ കണ്ടക്ടർ ഓർ ഗാർഡ് എന്നാണ് വിളിക്കുക. സാധാരണ ലാൻഡിൽ പോകുന്ന വെഹിക്കിൾ ആണെങ്കിൽ അതിൽ നമ്മൾ ഡ്രൈവർ എന്ന് വിളിക്കും. അതർ കൺവെൻഷനിൽ പേഴ്സൺ ഇൻചാർജ്. ഓക്കെ.
പിന്നെ ഹൈ സീ എന്ന് വെച്ചാൽ എന്താണ്? ഹൈ സീ എന്ന് വെച്ചാൽ 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ ബേസ് ലൈൻ ഓഫ് ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽസ്. ഓക്കെ, ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസും അപ്പുറം ഉള്ളതിനെയാണ് ഹൈ സീ എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത് അപ് ടു 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഡിസ്റ്റൻസിനെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നു. 1 നോട്ടിക്കൽ മൈൽ എത്രയാണ്? 1.15 മൈൽസ്, അതായത് 1.853 കിലോമീറ്റേഴ്സ്. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ, ഇറ്റ് മീൻസ് ദ ഹോൾ ഓഫ് ഇന്ത്യ. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ വെച്ചാൽ നമ്മൾക്ക് ഇരിക്കുന്ന സ്ഥലം ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ ആണ്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഏരിയാസ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്. ഇത് രണ്ടും ഒഴികെ ബാക്കി എല്ലാത്തിനും ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തത് ഗുഡ്സ് ക്ലിയർ ഫ്രം യൂണിറ്റ് ഓഫ് DTA ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ചാർജബിൾ ടു ഡ്യൂട്ടി അണ്ടർ SEZ Act or Customs Act. Customs duty can be levied only on goods imported into or exported beyond the territorial waters of India. Okay, അപ്പോൾ സെക്ഷൻ 12(1) of the Customs Act 1962 is not attracted for supplies made by DTA unit to a unit located within the special economic zone. Therefore, goods cleared from DTA. ഈ നമ്മൾ ഈ ഓരോ കേസിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഇനിയിപ്പോൾ വൺ വേർഡ് ആയതുകൊണ്ട് ഇതൊക്കെ ആയിരിക്കും കൂടുതലായി ഇതും ചോദിക്കാം. കേസുകളുടെ പേര് ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഈ ഡിസിഷൻ ചോദിക്കാം. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. അതായത് DTA എന്ന് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡ്യൂട്ടി ഇല്ല, ടാക്സ് ഇല്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഡിസിഷൻ. EEZ deemed to be a part of Indian territory. Therefore, supply of imported goods or imported spares or goods or equipments to the rigs by a ship will attract import duty. ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ഷിപ്പ് ഇമ്പോർട്ട് ചെയ്യണത് ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? കോണ്ടിനെന്റൽ ഷെൽഫ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. ഓക്കെ, കോണ്ടിനെന്റൽ ഷെൽഫ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ നമ്മൾ ഈ എന്താ പറയാ ഓയിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ, പെട്രോൾ ഡീസൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അതിന് ആയിട്ട് ഓയിൽ റിഗ്സ് എന്തോ കുറച്ച് സാധനങ്ങൾ, അതിന് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വേണം. ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ നെസസറി ഫോർ കൺസംഷൻ ഓൺ ഓയിൽ റിഗ്സ്, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് ആണ്. അപ്പോൾ കോണ്ടിനെന്റൽ ഷെൽഫ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലുള്ള അവർക്ക് നമ്മളിത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം. അടുത്തത് സ്മഗിൾഡ് ഗുഡ്സും ഇമ്പോർട്ടഡ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ബട്ട് നോട്ട് യെറ്റ് ക്ലിയർ ഫോർ ഹോം കൺസംഷൻ. സ്മഗിൾഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ കേട്ടിട്ടില്ലേ, സ്മഗിൾ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കള്ളക്കടത്ത് അല്ലെ. സ്മഗിൾഡ് ഗുഡ്സ് ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ, കണ്ടുപിടിച്ചാൽ എടുത്തിട്ട് പോകും അല്ലെ. അതും ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒന്നാണോ? തീർച്ചയായിട്ടും അല്ല. രണ്ടിനെയും ഒന്നായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത്രയാണ് ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നത്. അടുത്തത് ലെവി എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം കസ്റ്റംസിന്റെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെന്നുള്ളത്. പക്ഷെ ഇന്ത്യ എന്നുള്ള ഡെഫിനേഷനിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അങ്ങനെ ഒരു വൈഡ് ഡെഫിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിന്റെ കേസിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണ്. കാരണം ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും. കാരണം എന്താ വെച്ചാൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ ദൂരെ തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിൽ തന്നെ ടാക്സ് കളക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. ഗാർഡൻ സിൽക്ക് മിൽസ് വേഴ്സസ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ട് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്ത ഉടനെ ഇമ്പോർട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആവുന്നത് ഇന്ത്യയിൽ ആ സാധനം എത്തിയിട്ട് സാധാരണ ഗുഡ്സിനോടൊപ്പം അത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ കസ്റ്റംസ് ബാരിയേഴ്സ് ക്രോസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ മാത്രമേ അതിനെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പല സിറ്റുവേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ടാക്സബിൾ ഇവന്റ് അല്ലാന്നും തന്നിട്ടുണ്ട്. അതായത് കസ്റ്റംസ് പോർട്ടിൽ എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ എൻ്റർ ചെയ്യുന്ന സമയത്തോ ഈവൻ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുമ്പോൾ കൂടെ അത് ടാക്സബിൾ ഇവന്റ് അല്ല. പക്ഷെ എപ്പോഴാണ് ആ കസ്റ്റംസ് ബാരിയേഴ്സ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ ഗുഡ്സിനോടൊപ്പം അത് മിക്സ് ചെയ്യുന്നത് ആ പോയിന്റിലാണ് ടാക്സബിൾ ഇവന്റ് വരുന്നുള്ളൂ. ഓക്കെ, സാധാരണ ഗുഡ്സിന്റെ കേസിൽ, അതായത് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ കേസിലുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യേണ്ടി വരും ചോദിച്ചാൽ നമ്മൾ ഗുഡ്സ് കൊണ്ടുവന്നിട്ട് കസ്റ്റംസ് പോർട്ടിൽ നിന്ന് അതിനെ വെയർ ഹൗസിലേക്ക് മാറ്റും. നമുക്ക് ചിലപ്പോൾ അത്രയും സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ അതിൽ ഇനിയും എന്തെങ്കിലും ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് സോർട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് പോകാനൊക്കെ ആയിരിക്കും. അപ്പോൾ വെയർ ഹൗസിൽ വെച്ചാലും അതിനെ നമ്മൾ ഇമ്പോർട്ടായിട്ട് കണക്കാക്കുന്നില്ല. ഇനി വെയർ ഹൗസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്താണ് ടാക്സബിൾ ഇവന്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെയർ ഹൗസിൽ വെക്കുന്ന സമയത്ത് വെയർ ഹൗസിൽ വെക്കാൻ നമ്മൾ ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. വെൻ ഗുഡ്സ് ഹാവ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു വെയർ ഹൗസ് ആൻഡ് ദേ ആർ റിമൂവ്ഡ് ദർ ഫ്രം
For home consumption, the relevant date for determination of rate of duty is the date of presentation of ex bond bill of entry for home consumption. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ വെയർ ഹൗസിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂട്ടി അടച്ചിട്ടേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി അടയ്ക്കണം എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ നമ്മൾ ഈ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഡേറ്റിൽ ഒരു റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും, വെയർ ഹൗസിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന ദിവസം വേറെ ടാക്സ് റേറ്റ് ആയിരിക്കും. അപ്പൊ ഏത് ടാക്സ് റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. റേറ്റ് ഓഫ് ഡ്യൂട്ടി is the rate on the date of presentation of ex bond bill of entry. അതായത് bill of entry for home consumption. നമ്മൾ എടുത്തിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് bill of entry നമ്മൾ അവിടെ ഫയൽ ചെയ്യാനുണ്ട്. അത് എന്നാണോ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റിൽ എന്തായിരുന്നോ റേറ്റ്, ആ റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് എടുത്തിട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. അപ്പൊ അതെന്നാണോ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റിലാണ്, ആ ഡേറ്റിലുള്ള റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇപ്പോ ഇതിൽ ഒന്നുകൂടെ റേറ്റ് ഓഫ് റെലവന്റ് ഡേറ്റ്സ് തന്നിട്ടുണ്ട്. ഗുഡ്സ് എൻറ്റർ ഫോർ ഹോം കൺസംഷൻ അണ്ടർ സെക്ഷൻ 46. അപ്പൊ യൂഷ്വൽ രീതിയിൽ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ റെലവന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേഴ്സ് ഓഫ് ദ വെസൽ ഓർ എയർക്രാഫ്റ്റ് ഓർ വിച്ച് എവർ ഇസ് ലേറ്റർ. ഈ ഡേറ്റിലുള്ള റെലവന്റ്, ആ ഡേറ്റിലുള്ള റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. എന്നാണോ നമ്മൾ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണോ വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ അറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിച്ച് എവർ ഈസ് ലേറ്റർ, ആ ഡേറ്റിൽ ഏതാണോ റേറ്റ് ഓഫ് ടാക്സ് ആ റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. വെയർ ഹൗസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്നത് ആ ഡേറ്റിലുള്ള റേറ്റ് ആണ് എടുക്കേണ്ടത്. അതർ ഗുഡ്സ്, ബാക്കി ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി, എന്നാണ് നമ്മൾ ഡ്യൂട്ടി അടയ്ക്കുന്നത് ആ ഡേറ്റിലത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് എൻട്രി ഇൻവേർഡ് ഗ്രാൻഡഡ് ടു വെസൽ വിച്ച് എവർ ഇസ് ലേറ്റർ. ആ ഡേറ്റിൽ എന്താണോ റേറ്റ് ഉള്ളത് ആ റേറ്റിലാണ് കസ്റ്റംസ് അടയ്ക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചോദിക്കുള്ളൂ. പിന്നെ എക്സ്ചേഞ്ച് റേറ്റും വരുമല്ലോ, കാരണം നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്തായാലും വരും. എക്സ്ചേഞ്ച് റേറ്റ് CBIC നോട്ടിഫൈ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതും ഒന്നിൽ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് വിചാരിക്കും. ഇതുപോലെ 2 ഡേറ്റ് ഒക്കെ വന്നു എന്നുണ്ടെങ്കിൽ എന്നാണോ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്നത് ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ടാക്സബിൾ ഇവന്റ് ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഓഫീസർ നമ്മളോട് കൊണ്ടുപോയിക്കോളും സാധനം എക്സ്പോർട്ട് ചെയ്യാനുള്ള അനുമതി തന്നിട്ട് നമ്മൾ ഗുഡ്സ് ലോഡ് ചെയ്യുന്ന ഡേറ്റ് ആണ്, ആ പോയിന്റിലാണ് ടാക്സബിൾ ഇവന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അടയ്ക്കേണ്ടത്. അപ്പൊ അതിലും റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് CBIC പറയുന്ന റേറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഓൺ ദ ഡേറ്റ് ഷിപ്പിംഗ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്പോർട്ട് ആസ് ദ കേസ് മേ ബി പ്രസന്റഡ്. എന്നാണോ നമ്മൾ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത് ആ ഡേറ്റിൽ റേറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്താണോ ആ റേറ്റിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, വാല്യൂ കണക്കാക്കേണ്ടത്. പിന്നെ അസസബിൾ വാല്യൂ ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സിന്റെയും ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെയും ഏത് വാല്യൂന്റെ മേലെയാണ് നമ്മൾ ടാക്സ് കണക്കാക്കേണ്ടതെന്നില്ലേ, അതിനാണ് നമ്മൾ അസസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അസസബിൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചാൽ എക്സ്പോർട്ടഡ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് FOB ആണ്. FOB വെച്ചാൽ ഫ്രീ ഓൺ ബോർഡ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് വെച്ചാൽ എക്സ്പോർട്ടർ അത് ആ വെസലിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ചെലവും കൂടെ ചേർത്തതിനാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സാധനമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അത് കപ്പലിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ എന്തെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ അയാളുടെ ഇപ്പോൾ ഫാക്ടറി അതിന് തൊട്ടടുത്താവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും മുംബൈയിൽ കൊണ്ടുപോയിട്ടായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മുംബൈ വരെ എത്തിക്കണ്ടേ, അപ്പൊ മുംബൈ വരെ എത്തിക്കാനുള്ള ചെലവും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രൈസിനെയാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. FOB മീൻസ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എക്സ്പോർട്ടർ അപ് ടു ദ പോയിന്റ് ഓഫ് ലോഡിംഗ് ഗുഡ്സ് ഇൻ ടു ദ വെസൽ ഓർ എയർക്രാഫ്റ്റ് ഓർ വെഹിക്കിൾ ആൻഡ് ഇസ് ഇൻകേർഡ് ബൈ എക്സ്പോർട്ടർ. അപ്പോൾ ഇമ്പോർട്ടറുടെ പോയിന്റ് എന്ന് നോക്കുമ്പോൾ എന്താണ്, ഫ്രീ ഓൺ ബോർഡ്. ബോർഡിൽ എത്തുന്നത് വരെ അതെല്ലാം ഫ്രീ ആണ് അല്ലെ, അതുകൊണ്ടാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്ലൈറ്റ്. ഈ ഫ്രീ ഓൺ ബോർഡ് ഇത് കഴിഞ്ഞാൽ FOB വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടറുടെ രാജ്യത്തേക്ക് അവിടേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് വിടും, അവിടെ എത്തും. അവിടെ എത്തുന്ന സമയത്ത് ഈ ചെലവുണ്ടല്ലോ, അതായത് കപ്പലിൽ കൊണ്ടുപോകാനുള്ള ചെലവുണ്ടാവും, ഫ്ലൈറ്റ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, അതിനുള്ള ചെലവൊക്കെ ഇമ്പോർട്ടറാണ് വഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ FOB വരെയുള്ളത് നമുക്ക് വഹിക്കണ്ടു, പിന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ വഹിച്ചോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തോ നമ്മൾ CEF വാല്യൂവിന്റെ മേലെയാണ് ടാക്സ് കണക്കാക്കേണ്ടത്. കാരണം എന്താ, ആ മറ്റേ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേ ഈ പറഞ്ഞ പോലെ അല്ലേ, അവരും അവിടെ ഫ്രീ ഓൺ ബോർഡ് വരെ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ള ചിലവൊക്കെ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പൊ CEF വാല്യൂവിന്റെ മേലെയാണ് ടാക്സ് കണക്കാക്കുക. ഓക്കെ, അപ്പൊ അസസബിൾ വാല്യൂ ഈക്വൽ ടു ഫ്രീ ഓൺ ബോർഡ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട്, അസസബിൾ വാല്യൂ ഈക്വൽ ടു CEF വാല്യൂ ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്.
ഇതിലിപ്പോ കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ തന്നിട്ട് നമ്മളിപ്പോ സാധനം എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ പോർട്ട് വരെ, അതായത് നമ്മുടെ പോർട്ട്, ഇപ്പോൾ മുംബൈ പോർട്ട് ആണെങ്കിൽ അതുവരെയുള്ള ഇൻഷുറൻസ് ഫ്ലൈറ്റും ഒക്കെ നമ്മൾ ബെയർ ചെയ്യും. അതിനാണ് FOB എന്ന് പറയുന്നത്. അതിനുശേഷം ഗുഡ്സ് എക്സ്പോർട്ടഡ് ഓൺ FOB ബേസിസ് അവരവിടെ CF വാല്യൂവിൽ എടുത്തോളും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അതിനുശേഷമുള്ള ഇവിടെയുള്ള ഈ ഭാഗത്തേക്കുള്ള ഇൻഷുറൻസും ഫ്ലൈറ്റ് ഒക്കെ അവരാണ് ബെയർ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. FOB വാല്യൂ തന്നിട്ടുണ്ട് $1 lakh. ഷിപ്പിംഗ് ബിൽ പ്രസന്റഡ് ഇലക്ട്രോണിക്കലി ഓൺ 28/2/2018. പ്രോപ്പർ ഓഫീസർ പാസ്ഡ് ഓർഡർ പെർമിറ്റിംഗ് ക്ലിയറൻസ് ആൻഡ് ലോഡിംഗ് ഓഫ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് ഓൺ 1/3/2018. ഓക്കെ, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് റേറ്റ് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി ആർ എസ് അണ്ടർ. രണ്ട് ഡേറ്റ് ഉണ്ട് അല്ലെ, രണ്ട് ഡേറ്റിലെയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇങ്ങനെയാണ് എക്സാമിന് വരിക. അപ്പൊ ഏത് ഡേറ്റ് എന്നുള്ളത് ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്, അത് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഏത് ഡേറ്റിലെയാണ്? ബിൽ ഓഫ് എൻട്രി, അല്ല സോറി, ബിൽ ഓഫ് എക്സ്പോർട്ട് അല്ലെ, ബിൽ ഓഫ് എക്സ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിലെയാണ് ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്. അപ്പോൾ ഷിപ്പിംഗ് ബില്ല് പ്രസന്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 28/2. ആ ദിവസത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത്, അതായത് 65 ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഡ്യൂട്ടിയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഓഫീസർ സമ്മതിക്കുന്ന ഡേറ്റിലാണ്, അതായത് 8% ആണ്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ വരാതെ നമ്മൾ നോക്കണം. അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കസ്റ്റംസ് ഡ്യൂട്ടി ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ വഴിയെ പഠിക്കും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ അതിന് മുന്നേ തന്നെ കാൽക്കുലേഷൻസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് അത് തന്നിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ച ശേഷം അത് നോക്കിയാൽ മതി. അടുത്തത് ഡ്യൂട്ടി ലയബിലിറ്റി ഇൻ സർട്ടൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഡ്യൂട്ടി ലയബിലിറ്റി ഇൻ സർട്ടൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ 3 സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ആഫ്റ്റർ എക്സ്പോർട്ടേഷൻ. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള അതേ സാധനം അതേപോലെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ ഇൻസെന്റീവ് കിട്ടിയിട്ടുള്ളത് ആ ഇൻസെന്റീവ് ആണ് ഇപ്പൊ നമ്മൾ അടയ്ക്കേണ്ടത്. ഓക്കെ, അത്രയാണ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടതുള്ളൂ. രണ്ടാമത്തെ കേസ് വന്നിട്ട് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാവ് ബീൻ ഒറിജിനലി എക്സ്പോർട്ടഡ് ടു ദ ഓവർസീസ് സപ്ലയർ ഫോർ റിപ്പയർസ്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം റിപ്പയറിന് വേണ്ടി നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും റീഇമ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അപ്പൊ അതിലെന്തോ തകരാറുണ്ട്, അപ്പൊ അത് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അതിനുശേഷം റീഇമ്പോർട്ട് ചെയ്യാണ്. റീഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല, പ്രൊവൈഡഡ് നമ്മൾ 3 കൊല്ലത്തിനുള്ളിൽ റീഇമ്പോർട്ട് ചെയ്യണം. അതായത് എക്സ്പോർട്ട് ചെയ്തിട്ട് 3 കൊല്ലത്തിനുള്ളിൽ. ഓക്കെ, റിപ്പയർ ഉണ്ടെന്ന് മനസ്സിലാക്കി റിപ്പയർ ചെയ്യാൻ നമ്മൾ അയച്ചിട്ട് 3 കൊല്ലത്തിനുള്ളിൽ അവിടെ എത്തി 3 കൊല്ലത്തിനുള്ളിൽ തിരിച്ചിങ്ങോട്ട് തന്നെ റീഇമ്പോർട്ട് ചെയ്യണം. അത് മാക്സിമം 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ഒന്നും മാറിയിട്ടുണ്ടാവാൻ പാടില്ല. അത് റിപ്പയർ എന്ന് പറഞ്ഞാൽ റിപ്പയർ തന്നെ ആയിരിക്കണം, വേറൊന്നും ആവരുത്. മാനുഫാക്ചറോ അങ്ങനെയുള്ളതൊന്നും ആവാൻ പാടില്ല. അടുത്ത കേസ് വന്നിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എക്സ്പോർട്ടഡ് ഗുഡ്സ് മേ കം ബാക്ക് ഫോർ റിപ്പയേഴ്സ് ആൻഡ് റീ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം വീണ്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, അവർക്ക് റിപ്പയർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ റീ ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ്? ദ ടൈം ലിമിറ്റ് ഫോർ റീ ഇമ്പോർട്ട് ഷുഡ് ബി വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ട്. നമ്മൾ ആദ്യം എക്സ്പോർട്ട് ചെയ്ത് 3 കൊല്ലത്തിനുള്ളിലാണ് അവർ റിപ്പയർ ഉണ്ടെന്ന് പറയേണ്ടത്. ആ 3 കൊല്ലത്തിനുള്ളിൽ റീ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഡ്യൂട്ടി ഒന്നും അടയ്ക്കേണ്ടതില്ല. നേപ്പാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം വരെ സമയമുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് 10 yearsനുള്ളിൽ തിരിച്ചു തന്നാൽ മതി. ദ ടൈം ലിമിറ്റ് ഫോർ റീ എക്സ്പോർട്ട് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇമ്പോർട്ട്. നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് 6 monthsനുള്ളിൽ നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്ത് തിരിച്ചു വായിക്കണം. അത് മാക്സിമം 12 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദ റീ ഇമ്പോർട്ടേഷൻ ഈസ് ഫോർ പ്രോസസിങ്. ഇപ്പൊ നമ്മൾ റീ ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രോസസിങ് അല്ലെങ്കിൽ റിഫൈനിങ് അല്ലെങ്കിൽ റീമേക്കിംഗ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ അത് എക്സ്പോർട്ടേഷന് 1 yearനുള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അല്ലാത്ത സിറ്റുവേഷനിൽ 3 years വരെയാണ് സമയം. റിപ്പയർസിനൊക്കെ 3 years വരെ സമയമുണ്ട്. ഇപ്പൊ റീ പ്രോസസിങ്, റിഫൈനിങ് അല്ലെങ്കിൽ റീമേക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ അവരത് പറയണം. റിപ്പയർ ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേട് വരണുള്ളൂ എന്നെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം അല്ലെ. അതിനെ തന്നെ ഒരു ബോക്സ് എന്നുള്ള രീതിയിലും തന്നിട്ടുണ്ട്. ആദ്യം ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ആൻഡ് റീ ഇമ്പോർട്ടഡ് ഫോർ റിപ്പയേഴ്സ് ഓർ ഫോർ റീകണ്ടീഷനിങ് അതർ ദാൻ ദ സ്പെസിഫൈഡ് ഗുഡ്സ്. അതായത് റിപ്പയറിനോ റീകണ്ടീഷനിങ്ങിനോ വേണ്ടിയിട്ടാണെങ്കിൽ ടൈം ലിമിറ്റ് ഫോർ റീ ഇമ്പോർട്ടേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ടേഷൻ എത്രയാണ് സമയം എന്നുള്ളത്? 7 years. ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ടു നേപ്പാൾ സച്ച് ടൈം ലിമിറ്റ് ഇസ് 10 years. അപ്പൊ 7 years വരെ സമയമുണ്ട്. പ്രൊവൈഡഡ് അതിൽ കണ്ടീഷൻസും പറയുന്നുണ്ട്. ഗുഡ്സ് മസ്റ്റ് ബി റീ എക്സ്പോർട്ടഡ് വിത്തിൻ 6 months, എക്സ്റ്റെൻഡബിൾ ടിൽ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റീ ഇമ്പോർട്ടേഷൻ. അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഇസ് സാറ്റിസ്ഫൈഡ് ആസ് റിഗാർഡ്സ് ഐഡന്റിറ്റി ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ടേഷൻ എക്സിക്യൂട്ട്സ് എ ബോണ്ട്. ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓക്കെ എന്ന് പറയും വേണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 7 years വരെ നമുക്ക് സമയം കിട്ടും മാക്സിമം. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
അതും ശ്രദ്ധിക്കണം. അടുത്തത് ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ആൻഡ് റീ ഇമ്പോർട്ടഡ് ഫോർ റീ പ്രോസസിങ്, റിഫൈനിങ്, റീമേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 year ആണ് സമയം. 1 yearനുള്ളിലാണ് നമ്മൾ റീ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. Power to grant exemption from duty, inward processing of goods. Okay, whether the central government is satisfied that it is necessary in public interest to do so, it may by notification exempt such of the goods which are imported for the purpose of repair, further processing or manufacture as may be specified therein from the whole or payment of duty. അതായത് സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ചില ഗുഡ്സ് നമ്മൾ റിപ്പയറിനൊക്കെ വേണ്ടി റീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊന്നും ടാക്സ് വേണ്ടെന്ന് പറയാനുള്ള അധികാരമുണ്ട്. അവർക്ക് പറയാലോ, അവർക്ക് അധികാരമുണ്ട്. അപ്പോൾ അതിന് നെയിംലി ദ ഗുഡ്സ് ഷാൽ ബി റീ എക്സ്പോർട്ടഡ് ആഫ്റ്റർ സച്ച് റിപ്പയർ. അതിനവർ കണ്ടീഷൻസ് പറയും. അത് നമ്മൾ എന്താണ് റിപ്പയർ എന്താ വെച്ചാൽ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എക്സ്പോർട്ട് ചെയ്യണം. അത് വിത്തിൻ 1 year അത് ഇമ്പോർട്ട് ചെയ്ത് വിത്തിൻ 1 year അത് ചെയ്ത് കൊടുക്കണം എന്നായിരിക്കും. അതുപോലെ ഇമ്പോർട്ടഡ് ഗുഡ്സും എക്സ്പോർട്ടഡ് ഗുഡ്സും ഒരേ സാധനം തന്നെ ആയിരിക്കണം. പിന്നെ സ്പെസിഫിക് കണ്ടീഷൻസ് അവർ പറയും, ആ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം. അതാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെയുള്ള കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം. അതേപോലെ തന്നെ ഔട്ട്വേർഡ് പ്രോസസിംഗ് ഓഫ് ഗുഡ്സ്. സെൻട്രൽ ഗവൺമെന്റ് is satisfied that it is necessary in public interest to do so, it may by notification exempt such of the goods which are re-imported after being exported. എക്സ്പോർട്ട് ചെയ്തിട്ട് റീ ഇമ്പോർട്ട് ചെയ്യുന്ന കേസിൽ for the purpose of repair, further processing or manufacture as the case may be therein from the whole or any of the part of customs duty liable. സെയിം തിങ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം റിപ്പയറിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്തു, അതിനുശേഷം വീണ്ടും തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി എന്നൊക്കെ നമുക്ക് എക്സംഷൻ തരാം. അത് ജസ്റ്റ് ജനറലി തന്നിട്ടുണ്ടെന്നല്ലോ, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ. അടുത്തത് സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് നോ ഡ്യൂട്ടി വിൽ ബി ലെവീഡ്. ചില സർക്കംസ്റ്റാൻസസിൽ ഡ്യൂട്ടി ഒന്നും ലെവി ചെയ്യില്ല. അതിന്റെ സിറ്റുവേഷൻസ് ആണ് ഓരോന്നായിട്ട് നോക്കാം. Pilferage. Pilferage is section 13 of the Customs Act 1962. No duty is payable if the pilferage found before goods cleared from customs. Importer does not have to prove pilferage. If the duty is paid before finding the pilferage, refund can be claimed. Pilferage എന്ന് വെച്ചാൽ മോഷ്ടിക്കുക. അപ്പൊ നമ്മുടെ ഗുഡ്സ് വല്ലതും മോഷ്ടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഡ്യൂട്ടി ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ പിൽഫറേജിന്റെ കേസിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ സെക്ഷൻ 13 വെയർ ഹൗസ്ഡ് ഗുഡ്സിന് അപ്ലിക്കബിൾ അല്ല. ഓക്കെ. അപ്പോൾ കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട സാധനത്തിന് നമ്മൾ അടയ്ക്കേണ്ട. എത്ര സാധനമാണോ അവിടെ അവൈലബിൾ അതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. There shall be no duty liability on a sample of goods consumed or destroyed during the course of testing or examination. Okay. Condition to be satisfied for exemption from duty. ഒന്ന്, imported goods pilfered ആയിരിക്കണം, അതായത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവണം. Should have been occurred after the goods are unloaded. Unloaded ചെയ്തതിന് ശേഷം, ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ pilferage നടന്നിട്ടുണ്ടാവേണ്ടത്. അല്ലാതെ കൊണ്ടുവരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൊണ്ടുവന്ന ശേഷം കാണാനില്ല എന്ന് പറഞ്ഞാലാണ് ഈ ഡ്യൂട്ടിന്ന് എക്സംഷൻ ഉള്ളൂ. ബട്ട് ബിഫോർ ദ പ്രോപ്പർ ഓഫീസർ മേക്സ് ദ ഓർഡർ ഓഫ് ക്ലിയറൻസ് ഫ്രോം ഹോം കൺസംഷൻ ഓർ ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ടു ഹൗസ്. അപ്പൊ ഗുഡ്സ് അൺലോഡ് ചെയ്തതിന് ശേഷം പക്ഷെ പ്രോപ്പർ ഓഫീസർ വന്ന് ക്ലിയറൻസിനുള്ള ഓർഡർ തരുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ വെയർ ഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വേണം ഇത് പിൽഫേർഡ് ആണെന്ന് പറയാൻ. ദ പിൽഫേർഡ് ഗുഡ്സ് ഷുഡ് നോട്ട് ഹാവ് ബീൻ റീസ്റ്റോർഡ് ബാക്ക് ടു ദ ഇമ്പോർട്ടർ. പിൽഫേർഡ് ഗുഡ്സ് ഇമ്പോർട്ടർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവാനും പാടില്ല. Okay. If goods are pilfered after the order of clearance is made but before the goods are actually cleared, section 13 is not applicable. Clearance കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല, പിന്നെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വേണം. Section 13 deals only with the pilferage. It does not deal with the loss or destruction of goods. Provisions of section 13 would not apply if it can be shown that pilferage took place prior to unloading of goods. അൺലോഡിങ്ങിന് മുന്നെയാണ് pilferage നടന്നിട്ടുള്ളതെങ്കിൽ പിന്നെ section 13 applicable അല്ല, നമ്മൾ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. Okay. In case of pilferage, only section 13 applies and remission of duty under section 23(1) is not permissible. Pilferage in the case section 13 ആണ് applicable, 23(1) അല്ല. 23(1) വരുന്നേ ഉള്ളൂ. ഓക്കെ. അടുത്തത് വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേസസ് ആണ്. അതിൽ ആദ്യത്തെ വരുന്നത് ഡീറെലിക്റ്റ്. ഡീറെലിക്റ്റ് എന്ന് വെച്ചാൽ ഷിപ്പ് വല്ലതും അബാൻഡൺ ചെയ്തിട്ടുള്ളത്, അബാൻഡൺ ചെയ്യാച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമ്മൾ കടലിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് ഡീറെലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡീറെലിക്റ്റ് മീൻസ് വെസൽ ഓർ കാർഗോ വിച്ച് ഇസ് അബാൻഡൻഡ് ഇൻ സീ വിത്തൗട്ട് എനി ഹോപ്പ് ഓഫ് റിക്കവറിങ് ഇറ്റ്. അത് ഇനി ഒരു രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനാണ് ഡീറെലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓൾ ഗുഡ്സ് ഡീറെലിക്റ്റ്, ജെറ്റ്സാം, ഫ്ലോട്ട്സാം ആൻഡ് ബ്രോട്ട് ഓർ കമ്മിങ് ഇൻ ടു ഇന്ത്യ ഷാൽ ബി ഡെൽറ്റ് വിത്ത് ആസ് ഇഫ് ദേ വർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. ഇതിനൊക്കെ ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെയാണ് കണക്കാക്കുക ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ. Thus, even though such goods had not been actually imported, they would be liable to import duty unless such goods are entitled to duty free. അപ്പോൾ ഇങ്ങനെയുള്ള വല്ല സാധനവും നമുക്ക് കിട്ടി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് നമ്മൾ എന്ത് അടയ്ക്കേണ്ടി വരും? ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്തത് ജെറ്റ്സാം. ജെറ്റ്സാം എന്ന് വെച്ചാൽ
ഷിപ്പ് ഇപ്പോൾ മുങ്ങാൻ തുടങ്ങി വിചാരിക്കുക, എന്തെങ്കിലും കാരണം കൊണ്ട് ഷിപ്പ് മുങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗുഡ്സ് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ജീവൻ രക്ഷിക്കണമല്ലോ. അപ്പൊ ഷിപ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടാം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഷിപ്പിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ജെറ്റ്സാം എന്ന് പറയുന്നത്. അങ്ങനെ എടുത്ത് പുറത്തേക്ക് സാധനങ്ങൾ ഇടുന്ന ആ സാധനങ്ങളെ ജെറ്റ്സാം എന്ന് പറയുന്നു. ഓക്കെ. ഫ്ലോട്ട് സാം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കടലിലേക്ക് എറിഞ്ഞിട്ടുള്ള സാധനങ്ങൾ പിന്നെയും ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവുമല്ലോ, അതിനെയാണ് ഫ്ലോട്ട് സാം എന്ന് പറയുന്നത്. ഓക്കെ. Wreck means a cargo or vessel or any property which are cast ashore by tides after shipwreck. ഷിപ്പ് ഇങ്ങനെ കേട് വന്ന ശേഷം, wreck വെച്ചാൽ അത് അപകടത്തിൽപ്പെട്ട് മൊത്തത്തിൽ നശിച്ച ശേഷം ഈ കടലായതുകൊണ്ട് ചിലപ്പോൾ തിരമാലകൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കരയ്ക്ക് അടുപ്പിക്കാം അല്ലെ. അങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് കിടക്കുന്നതിനാണ് wreck എന്ന് പറയുന്നത്. Wreck means cargo or vessel or any property which are cast ashore by tides after shipwreck. Abandonment of duty on damaged goods or deteriorated goods. Section 22. Imported goods had been damaged or had deteriorated at any time before or during the unloading of goods in India. ഇത് വേറെയാണ്, അത് വേറെയാണ്. ഓക്കെ. അപ്പൊ ആ കേസസിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഗുഡ്സ് കിട്ടിയാലും അതിന് നമ്മൾ ഡ്യൂട്ടി അടയ്ക്കണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അടുത്തത് ഇനി അബാൻഡൻമെന്റ് ഓഫ് ഡ്യൂട്ടി. സെക്ഷൻ 22. ഇമ്പോർട്ടഡ് ഗുഡ്സ് ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് കേട് വന്നിട്ടുണ്ട്. ഒന്നോ ഐദർ ഡ്യൂറിംഗ് ദ അൺലോഡിംഗ്, ബിഫോർ ഓർ ഡ്യൂറിംഗ് ദ അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാഡ് ബീൻ ഡാമേജ്ഡ് ഓർ ഹാഡ് been deteriorated at any time after the unloading. ഒന്ന് ബിഫോർ ഓർ ഡ്യൂറിംഗ് അൺലോഡിംഗ് ആണ്. അടുത്തത് പറയുന്നത് നമ്മൾ അൺലോഡ് ചെയ്തതിന് ശേഷം. ഓക്കെ. പക്ഷെ കസ്റ്റംസ് അതോറിറ്റീസ് വന്ന് നോക്കുന്നതിന് മുന്നേ അത് കേട് വന്നു പോയി. പക്ഷെ നമ്മൾ വേണം വെച്ച് കേട് വരുത്തതല്ല, അല്ലാതെ തന്നെ അത് കേട് വന്നു പോയി. മൂന്നാമത്തെ കേസ് ഇത് ആഫ്റ്റർ അൺലോഡിങ്. മൂന്നാമത്തെ കേസ് വന്നിട്ട് ഇനി വെയർഹൗസ് ഗുഡ്സ് ഹാഡ് ബീൻ ഡാമേജ്ഡ്. വെയർഹൗസ് ഗുഡ്സിന്റെ കേസാണ്. വെയർഹൗസ് ഗുഡ്സ് ഹാഡ് ബീൻ ഡാമേജ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി ആക്സിഡന്റ് അറ്റ് എനി ടൈം ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ പ്രൊവൈഡഡ് സച്ച് ഡാമേജ് ഇസ് നോട്ട് ഡ്യൂ ടു എനി വിൽഫുൾ ആക്ട്. വെയർഹൗസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഹോം കൺസംഷൻ എടുക്കുന്നതിന് മുന്നേ കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് അതും വെയർഹൗസ് ഗുഡ്സിന്റെ കേസിൽ അതാണ് അപ്ലിക്കബിൾ. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളായിട്ട് വിൽഫുൾ ആക്ട് ആയിരിക്കരുത്, നമ്മളായിട്ട് ചെയ്തതാവരുത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, ഡ്യൂട്ടി എത്ര അടയ്ക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നല്ല ഗുഡ്സ് ഉള്ളത് അതിന്റെ മാത്രം അടച്ചാൽ മതി. അതാണ് ഈ കാൽക്കുലേഷൻ. അതെന്താന്ന് വായിക്കാം. ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ്. ബിഫോർ ഡാമേജ് എത്ര ഗുഡ്സ് ഉണ്ട്, ആ ഗുഡ്സിന് എത്ര ഡ്യൂട്ടി വരും നോക്കുക. എന്നിട്ട് മൈനസ് കേട് വന്ന ഗുഡ്സിന്റെ ഡ്യൂട്ടി, അതായത് വാല്യൂ ഓഫ് ഡാമേജ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ ഇൻറ്റു ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ. ഓക്കെ. അപ്പോൾ എത്രയാണ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത ഗുഡ്സ്, എത്രയാണ് നശിച്ചു പോയ ഗുഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗുഡ്സ്. ഓക്കെ. അപ്പോൾ ആ പ്രപ്പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. മീനിങ് നല്ല ഗുഡ്സ് മൈനസ് കേട് വന്ന ഗുഡ്സിന്റെ ഡ്യൂട്ടി, നല്ല ഗുഡ്സിന്റെ ഡ്യൂട്ടി മൈനസ് കേട് വന്ന ഗുഡ്സിന്റെ ഡ്യൂട്ടി, അല്ല സോറി, നല്ല ഗുഡ്സ് അല്ല, ടോട്ടൽ ഗുഡ്സ് മൈനസ് കേട് വന്ന ഗുഡ്സിന്റെ ഡ്യൂട്ടി, അതായത് നല്ല ഗുഡ്സിന്റെ ഡ്യൂട്ടി അത് മാത്രം അടച്ചാൽ മതി. പിന്നെ അടുത്തത് ഈ കേടുവന്ന സാധനങ്ങൾ എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളത്. കേടുവന്ന സാധനം കേടുവന്നുല്ലോ, അപ്പൊ അതിനൊരു വാല്യൂ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളത്. വാല്യൂഷൻ ഓഫ് ദ ഡാമേജ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ്. ദ വാല്യൂ ഷാൽ ബി അസർട്ടൈൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസർ ആയിരിക്കാം അസർട്ടൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, അത് പബ്ലിക്കിന് സെല് ചെയ്യും, എന്നിട്ട് അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ. അടുത്തത് remission of duty on goods lost or destruction of goods. Section 23 applies only when there is no pilferage under section 13. Section 13 അല്ല, pilferage ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇത് പറയുന്നത്. remission means cancellation എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക, ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. സെക്ഷൻ 23 അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ മസ്റ്റ് ബി ഡ്യൂ ടു ഫയർ, നാച്ചുറൽ കലാമിറ്റി. ഇങ്ങനെയൊക്കെയാണ് കേട് വരണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ കാരണം നശിക്കുന്നതൊക്കെ ഇതിൽ വരും. ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഷുഡ് ബി ഫൗണ്ട് ബിഫോർ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ കസ്റ്റംസ്. കസ്റ്റംസ് എന്ന ഹോം കൺസംഷന് മുന്നേ തന്നെ ഇത് ഡിസ്ട്രക്ഷൻ നടന്നതായിട്ട് കണ്ടുപിടിക്കണം. വെയർഹൗസ് ഗുഡ്സിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ. അപ്പൊ മറ്റേത് ഡിഫറെന്റ് ആണ്, ഇത് വേറെയാണ്. സെക്ഷൻ 22 വരുന്നത്, ഇത് സെക്ഷൻ 23 ആണ്. അനാലിസിസ്. ദിസ് സെക്ഷൻ കംസ് ഇൻ ടു പ്ലേ ഇൻ കേസ് ഓഫ് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അറ്റ് എനി ടൈം ബിഫോർ ദർ ക്ലിയറൻസ് ഫ്രം ഹോം കൺസംഷൻ. റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഈസ് പെർമിസിബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ടോട്ടൽ ലോസ് ഓഫ് ഗുഡ്സ്. മറ്റേത് പാർഷ്യൽ ലോസിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്, ഇത് ടോട്ടൽ ലോസിന്റെ കേസിലാണ് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ലോസ് ഈസ് ഫോർ എവർ. മറ്റേത് എങ്ങനെ വേണമെങ്കിലും നശിക്കാം, നമ്മുടെ ആക്ട് കാരണം ആവരുതെന്നേ സെക്ഷൻ 22 പറയുന്നുള്ളൂ. സെക്ഷൻ 23 നാച്ചുറൽ കലാമിറ്റി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് പോയതൊക്കെ ആയിരിക്കാം അല്ലെ, അങ്ങനെയുള്ളതൊക്കെ വരാലോ. അപ്പൊ അങ്ങനെയുള്ളതാണ് റെമിഷൻ അപ്ലിക്കബിൾ. സെക്ഷൻ 23(1) is subject to provisions of section 13 in case the goods have been pilfered after they have been unloaded but before order for clearance. Section 13 would apply and the importer would be liable to pay the duty. അപ്പോൾ എന്താ പറയാ, സെക്ഷൻ 13 അപ്ലിക്കബിൾ ആയിട്ടുള്ള കേസിൽ ഇത് അപ്ലിക്കബിൾ ആവില്ല, അല്ലെങ്കിൽ ഇത് അപ്ലിക്കബിൾ ആവുന്ന കേസിൽ അത് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ.
നോ ഡ്യൂട്ടി ഇൻ കേസ് ഓഫ് റെലിംഗ്വിഷ്മെന്റ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. റെലിംഗ്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സാധനം നമുക്ക് വേണ്ടാന്ന് പറയാം. അതിനാണ് റെലിംഗ്വിഷ്മെന്റ്. നമ്മുടെ ഓണർഷിപ്പിലുള്ള സാധനമാണ്, പക്ഷെ ഇത് എന്റെ സാധനമല്ല, എനിക്കിത് വേണ്ടാന്ന് പറയുന്നതിനെയാണ് റെലിംഗ്വിഷ്മെന്റ് എന്ന് പറയുന്നത്. ദ ഓണർ ഓഫ് എനി ഇമ്പോർട്ടഡ് ഗുഡ്സ് മേ അറ്റ് എനി ടൈം ബിഫോർ ആൻ ഓർഡർ ഫോർ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫോർ ഹോം കൺസംഷൻ ഓർ ആൻ ഓർഡർ ഫോർ പെർമിറ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഓഫ് ഗുഡ്സ് ഇൻ വെയർ ഹൗസ് ഹാസ് ബീൻ മെയ്ഡ് റെലിംഗ്വിഷ് ദ ടൈറ്റിൽ. അതായത് വെയർ ഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹോം കൺസംഷനുള്ള ഓർഡർ കിട്ടുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, എന്റെ സാധനമല്ല, എനിക്കിത് വേണ്ടാന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് പറ്റുക എന്നുള്ളത്. Importer may relinquish his title to the goods in the following cases. The goods may not be according to specification. അയാൾ ഉദ്ദേശിച്ച സ്പെസിഫിക്കേഷനിലുള്ള ഗുഡ്സ് അല്ല വന്നത്. അപ്പൊ അയാൾക്ക് പറയും ഇല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല, എനിക്കിത് വേണ്ട. അല്ലെങ്കിൽ അത് ഡാമേജ്ഡ് ആണ്, അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റഡ് ആണ്, കേട് വന്നു പോയി വോയേജിന്റെ സമയത്ത്. എന്താ മൈറ്റ് ഹാവ് ബീൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് പറയും ഇതൊന്നും എന്റെ സാധനമല്ല, എനിക്ക് ഈ സാധനങ്ങൾ വേണ്ടെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ മേലുള്ള ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് റെലിംഗ്വിഷ്മെന്റിൽ പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടർക്കാണ് ഓപ്ഷൻ ഉള്ളത് അത് റെലിംഗ്വിഷ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.